ഇന്നെന്താ ശബ്ദത്തിനൊരു ഗൗരവം? ഇതെന്താ റിബണൊക്കെ? ആ പിള്ളേരുടെ പണിയായിരിക്കും. ആ ഇന്ന് ആരൊക്കെ മുട്ടയിട്ടു? ഇത് കാരുടെ മുട്ടയാ? തൊട്ട് കാണിക്കേ. ആ ഇട്ടിരിക്കണ കോഴിമുട്ടയാണല്ലോ. മുട്ടയമ്മ ചുണ്ടും മുട്ടയമ്മ ലവും. ഇതെന്താ മുട്ടയിട്ട് പ്രേമിക്ക? സത്യം പറ, ഇതിലാർക്കാ എന്നോട് പ്രേമം? ഒരു പൂവനെയും വെറുതെ വിടില്ലല്ലേ? കുട്ടികളുള്ള വീടായത് വഴിതെറ്റിക്കാനായിട്ട്. മേയല്ല ഏപ്രിലേത്. ആർക്കാ അവിടെ മാസം അറിയേണ്ടത്? ഇതാരുടെ പണി? കാലത്തെ തന്നെ തോന്നിയാസങ്ങൾ എഴുതിയും വരച്ചും എന്റെ മിണ്ടാപ്രാണികൾ ഇങ്ങനെ വഴിതെറ്റിക്കുക. എന്താ നിനക്കിന്ന് പൂക്കച്ചവടൊന്നുമില്ലേ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അപ്പുറത്തെ പിള്ളേരൊക്കെ ഉണ്ട്. ഓ നീക്ക് ഭയങ്കര അഹങ്കാര. ഒരു കോടീശ്വരന്റെ ഗമേല. ഗമയൊന്നും അല്ല, സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. പഴയ പോലെ ഒന്നും അല്ല. ചില കൊടകന്മാർക്ക് മലയാളികളെ കണ്ടാ പിടിക്കില്ല. അതുകൊണ്ടാ. നീ പൊക്കോ. എന്റെ സമ്മാനം കിട്ടിയാ ഞാൻ പൊക്കോളാം. സമ്മാനോ? ഇപ്പഴാ? ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് കണ്ടാ? കിട്ടിയാലേ പോവുള്ളൂ. ഇതിനൊരു നേരം കാലമൊക്കെ ഉണ്ട്. എങ്കി വേണ്ട, വൈകിട്ട് ആടാനും പാടാനും എന്നെ നോക്കണ്ട, ഞാൻ പോവാ. ഏയ് നീ എന്റെ തലയും കൊണ്ടേ പോവുള്ളൂ. ഇനി നിനക്ക് എന്താ വേണ്ടേ? ഇപ്പഴാ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. നമസ്കാരം ഒന്നും വേണ്ട. നിന്റെ മുന്നിൽ വന്ന് ഓച്ചാനം ചെയ്യുന്ന പാട്ട കുലുക്കിയാലേ ഭിക്ഷ തരുള്ളൂന്നുണ്ടോ? ഏത് വകുപ്പിലെ ഞാൻ നിങ്ങൾക്ക് കാശേരേണ്ടത്? സർക്കസുകൾ പലതും കളിച്ച് ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടെന്ന്. തിണ്ണമെടുക്ക് കാണിച്ച് ചുങ്കപ്പരുവിന് ആരും വന്നാലും എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശിട്ടില്ല. നോട്ടിയാ ഉടകന്റെ മണ്ണി കിടന്നോടാ നീ കുരയ്ക്കുന്നത്? അവനെ തൊട്ടു പോകരുത്. സംരക്ഷിക്കാനോ അതോ സ്വന്തം പള്ള വീർപ്പിക്കാനോ? എന്തിനാ ഈ ഗുണ്ടാപ്പിരിവ്? ഞങ്ങൾ കൊടക് രാജധാ മുക്തിക്ക് ദുട്ട് കളക്ഷനിക്ക് വന്നിയേ. മണ്ണിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ചോര ഓടിക്കാൻ നടക്കുന്നു. ക്ഷാത്രവീര്യമുള്ള ക്ഷത്രിയനാണ് കൊടകൻ. നപുംസകമാകരുത്. ഇനിമേലത് ആവർത്തിച്ചാൽ ഈ ഗോപ്പണ്ണയ്ക്ക് ആ പഴയ ഊരുതെക്കന്റെ പ്രാകൃത നിയമം നടപ്പാക്കേണ്ടി വരും. പോകാൻ പോകാനാ പറഞ്ഞത്. ಸ್ವಾಗತವೋ ನಿಂಗಕ್ಕೆ ಸುಸ್ವಾಗತವೋ ನಿಂಗಕ್ಕೆ
എന്റെ റബ്ബേ, കച്ചവടം ഇനിയും കഴിഞ്ഞില്ലേ? 6 മണിക്ക് കുടകന്മാരുടെ കൾച്ചറൽ പ്രോഗ്രാം ഉള്ളതാണല്ലോ. ഇന്ന് നല്ല കളക്ഷനാ മുതലാളി. അത് തന്നെയാണോ ടെൻഷൻ? ഇന്ന് എന്താ ദിവസം അറിയുവോ? എവിടെ അവൻ, ആ സിദ്ധാർത്ഥൻ? സുഹൃത്തുക്കളെ, മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യ പ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ ഇനാം. അതെ, വെറും 5 രൂപ ടിക്കറ്റിലൂടെ നിങ്ങൾക്ക് 5000 രൂപ സ്വന്തമാക്കാം. നിങ്ങൾക്ക് 5 റുപ്യത്തില് 5000 മാറുള്ളൂ. സുഹൃത്തുക്കളെ, മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യപ്രതിമയെ ചലിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 റുപ്യ. ഞങ്ങളുടെ ഇന്നത്തെ ഷോ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഒന്നും കൂടി വന്നേക്കാം. ചവിട്ടിണ്ടല്ല കൈയും കാലും കാണിച്ചെന്താ കൊരം കളിക്കാ? ഈ ശിവജിയുടെ വേഷം മാത്രമേ ഉള്ളൂ. ഞാൻ ആള് മഹാ ചെറ്റയാ. എന്നെ കൊണ്ടേ പള്ളിപ്പറമ്പിൽ മയ്യത്തിന് കുഴിതോണ്ടിക്കാൻ ഇടവരുത്തല്ലേ. മത്സരത്തിന്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു ഞാൻ അനങ്ങി എന്റെ ശമ്പളത്തിൽ നിന്ന് 5000 രൂപ. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചത്. വേവലാതി കൊണ്ടാ. 6 മണിക്ക് ആ കൾച്ചറൽ പ്രോഗ്രാം. അത് മുടങ്ങിയ കുടകന്മാരുടെ സ്വഭാവം അറിയാം. അത് ഇന്നേ വരെ മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാ ഇന്നും കൃത്യം 6 മണിക്ക് തന്നെ ആ പ്രോഗ്രാം നടന്നിരിക്കും. മതി. ഖജനാവൊന്നുമല്ലല്ലോ പൂട്ടാൻ. കച്ചനാവാണെങ്കിൽ പൂട്ടണ്ട മക്കളെ, മാന്തി എടുത്തോളും. നമസ്കാരം ബോസ്. ഞങ്ങൾ കാശ് പഠിക്കുക. എന്റെ കൊച്ചിനെ പഠിക്കുക. എന്റെ കാലും ഞാൻ വീണ്ടും കൊടീശ്വരൻ. കുട്ടികൾക്ക് എന്താ ഉറക്കൊന്നുമില്ലേ? പോയി കിടന്നുറങ്ങൂ. ഓക്കെ ഞാൻ ടാറ്റ പറഞ്ഞു മടുത്തു മക്കളെ. പൊയ്ക്കോളൂ. ആ മോളെ, ലക്ഷ്മി മോളെ മുള്ളിക്കണേ. നിങ്ങൾ മുള്ളണേ, ഇല്ലെങ്കിൽ അവന്മാർ എന്നെ കൊണ്ട് കിടക്കൂരി കഴിയിക്കും. സമയം 6 ആയില്ലല്ലോ, അപ്പോഴേക്കും തുടങ്ങിയോ? മഞ്ഞൊക്കെ പോയി, ഒരു തണുപ്പത്. ഉറക്കം ഇട്ട് മാറിയിട്ടുമില്ല. ഉറക്കം പോയി. എന്തൊരു വിളക്കത്! ഈ വിളക്കിന്റെ ഐറ്റ് കിട്ടിയിരുന്നെങ്കിൽ. ഈ നേരത്ത് ആരപ്പാ മോഹൻചതാരോ? വഴിയില് സിംഹം. ഇതിനൊന്നും ഉറക്കില്ല. സർവൻസ്, ഈ വൃത്തിയിട്ട ശമ്പളം തീനുകൾ ആരുടെ അമ്മൂമ്മയുടെ മാരേജിന് പോയി കിടക്കുക? ഓ, എന്തൊരു മുട്ട അത്! ആർക്കാണോ ഇത്രയും മുട്ടണത്? അതിലിവിടെ തന്നെ അല്ലേ? ഇത് തന്നെ. കാലത്തെ തന്നെ നേരം വെളുക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? വേറെ അറിയൂ? ആരാ? എന്ത് വേണം? താനാരാ? എന്താ താനാരാ? നല്ല പാട്ടാണല്ലോ. നാടോടി ഗായികാണല്ലേ? പാട്ടൊന്നും വേണ്ട, പുറത്തോ. താൻ ആരാന്നാ ചോദിച്ചത്? ഓ, ഞാനോ? ഐ ആം എ കോൻബനേഗ കരോട്ട്പതി, ഈ ബംഗ്ലാവിലെ കൊടീശ്വരൻ. അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. യു ബ്ലഡി. ഓ, യു ബ്ലഡി. ആ സമയത്ത് തനിച്ചു വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. സോറി, ഞാനൊരു കൊടീശ്വരനാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ സർവൻസിനെ വിളിക്കാം, അവർക്ക് താല്പര്യമുണ്ടോന്ന് ചോദിച്ചു നോക്കൂ. സർവൻസ്! താൻ എന്താ ധരിച്ചത്? കണ്ടില്ലേ, ഗ്ലൗൺ. എന്താ ഇത് വാടകയ്ക്കെടുത്താന്ന് തോന്നുന്നുണ്ടോ?
എന്താ ബോസ് കിടന്ന് കുരയ്ക്കുന്നത്? ബോസിന്റെ മാതാപിതാജി ആരെങ്കിലും പെട്ടെന്ന് അകാലചരമം അടഞ്ഞോ? എന്നെ പോലെ ഒരു കോടീശ്വരൻ ഈ ലോകത്ത് ഒരു വിലയില്ലേ? 6 മണി ആയിട്ടില്ല, കുറച്ചുകൂടെ വിലയുണ്ട്. എന്താ ബോസ് അങ്ങനെ തോന്നാൻ? കോട്ടും സൂട്ടും സ്കൂൾ ബാഗും ഇട്ട് വന്ന ആ സാധനം എന്നെ രാവിലെ തന്നെ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നു. പിടിച്ച് പുറത്താക്കത്തവളെ. ഞങ്ങളുടെ ബോസിന് രാവിലെ വന്ന് വല വീശി പിടിക്കാൻ നീ യാത് പൂഞ്ചുറയിലെ മുക്കത്തിയാണ്. ആരാ ഇയാള്? ഇയാളെന്റെ സെർവന്റ് ആണ്. എന്താ എന്നെ കണ്ട ഞാനാണ് ഇയാളുടെ സെർവന്റ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ തന്നോടല്ല ഇയാളോടാണ് ചോദിച്ചത്. എന്റെ മുഖത്ത് നോക്കി ഇയാളോട് ചോദിക്കാൻ തനിക്കുന്ന കൊങ്ങണ്ണുണ്ടോ? എന്താ പാതിരാത്രിയിൽ അവിടെ ഒരു ബഹളം? ആരും ഉറങ്ങിയില്ലേ? ഓ, ആലിലെ കണ്ണിന് ഇറങ്ങി. ഒച്ച അവിടെ കേട്ടപ്പോ ഇത്ര പെട്ടെന്ന് ആള് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. കട്ടിലിന്ന് കാലെടുത്ത് വെച്ചതും ഗോണിക്ക് താഴെ. അല്ല, പരിചയമില്ലാത്തൊരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ ഇവിടെ. ഈ ബംഗ്ലാവിൽ തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടി നടക്കൂല മോനെ. എല്ലാ പ്രോഗ്രാമും സ്പോൺസേഡ് ബൈ ഈ തെയ്യുണ്ണി അറിഞ്ഞിട്ട് മതി മോനെ. പൂജ പൂജ. എന്റെ കമ്മീഷൻ കിട്ടാതെ ഇവിടെ ഒരു പൂജ നടക്കില്ല. മുതലാളിയുടെ മോള് പൂജ കുഞ്ഞ്. അത് എന്നാ പറഞ്ഞ മോലാളി പൂജ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? പൂജമോള് വരുന്ന വിവരം ആരെങ്കിലും കൊണ്ടൊന്ന് കമ്പിക്കടിക്കായിരുന്നില്ലേ? അതും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇവിടം വരെ വന്നൊന്ന് പറയായിരുന്നില്ലേ? മോൾക്ക് ഓർമ്മയുണ്ടോ ഈ തെയ്യുണ്ണിയുടെ മുഖം? 7 വർഷം മുമ്പ് മുതലാളിയുടെ ഒപ്പം ഇവിടെ വന്നത്. ഇപ്പൊ ആകെ മാറിയിരിക്കുന്നു. മുഖത്ത് മീശയൊക്കെ വന്ന് എന്തൊരെടുപ്പാ. അതേനാ മീശയില്ലാത്ത മുഖം ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഉറക്കത്തിൽ എണീറ്റ കൊറേ നേരം ഇങ്ങനെ പരിസരബോധം ഉണ്ടാവൂല. അത് ഈ സംസാരിക്കുമ്പോ എനിക്ക് വിക്ക് വരുന്നോണ്ട് ചെവിട് കേട്ടുടാതാ. ഇതൊരു പുതിയ അസുഖ. അതെ അതെ, നിങ്ങളുടെ കോമാളിത്തരം കാണാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ആയിരുന്നോ? ബംഗ്ലാവിന്റെ അവകാശം സ്ഥാപിച്ച് നിൽക്കുന്ന ഇയാൾ ആരാന്ന് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞു കൊടുക്കടോ. എന്റെ ദൈവമേ, ഇവൻ പിന്നെ വന്ന ഇറങ്ങി പോടാ പുറത്ത്. ഇറങ്ങിപ്പോവാനാ? ഞാൻ സമയമാകുമ്പോ പൊക്കോളാം. ഇവൻ ആരാണെന്ന് അറിയാമോ പൂജക്കുഞ്ഞെ? ഉടമസ്ഥനില്ലാത്ത സമയത്ത് ബംഗ്ലാവിൽ കയറി വന്ന് കോടീശനാണ് അവകാശിയാണെന്നൊക്കെ പറയാ ഇവന്റെ ഹോബി. ഇറങ്ങി പോടാ പുറത്തെന്ന് പറഞ്ഞാ സമയാവട്ടെ എന്ന് പറയും. പിന്നെ ദേഹോപദ്രവൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങ് സഹിക്കും. ഭ്രാന്താ. ഭ്രാന്ത് നിന്റെ പാപ്പയ്ക്കാടാ. സത്യമായിട്ട് പറയടാ. അതാണ് അന്തസ്. എഗ്രിമെന്റ് പ്രകാരം വെളുപ്പിന് 6 മണി വരെ ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥ അവകാശം എനിക്കാ. ഓശാരത്തിനൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് പൊളങ്കൊരു പോലെ എണ്ണി കൊടുത്തട്ടാ. കേട്ടില്ലേ? കാശിനെ തന്നെ പുളിങ്കുരു എന്നാ പറയണ. പ്രാന്തായി. ഏതാ ഇതുങ്ങളൊക്കെ? ഇവിടെ ആരോ പെറ്റിട്ട് പോയതാ. അല്ല, ആരോ വിട്ടിട്ട് പോയതാ. ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാറുണ്ട്. ഞങ്ങളൊന്നും മിണ്ടാറില്ല. വാ തുറന്ന ഇംഗ്ലീഷാ. മറ്റേ വർത്താനൊന്നും നമ്മൾ പറയാൻ പാടില്ല മോളെ. അത് നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. മുതലാളിയുടെ മകളാണല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ക്ഷമിച്ചപ്പോ എന്റെ ബംഗ്ലാവിനകത്ത് കയറി തോന്നിയാസം കാണിച്ചിട്ട് താനത് പ്രസംഗിക്കൊന്നും വേണ്ട. ഇറങ്ങി പോടോ സ്കൗണ്ടറൽ. ഓ, ഞാൻ കൗണ്ടറാണെന്ന് മനസ്സിലായല്ലോ.